+2 കഴിഞ്ഞല്ലേ? MBBS അല്ലേ നോക്കുന്നത്? നീറ്റൊക്കെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പോവല്ലേ? അലോപ്പതി ഇഷ്ടമല്ല? അപ്പൊ ആയുർവേദം നോക്കിയാലോ? ശരി, നമുക്ക് ഇന്ന് ആയുർവേദത്തിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? നിങ്ങൾ റെഡിയല്ലേ? നമ്മുടെ തനതായ പരമ്പരാഗത ചികിത്സാ രീതിയാണ് ആയുർവേദം. ആയുർവേദ ചികിത്സാ രീതിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് BAMS, ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി. ആയുർവേദം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നറിയണ്ടേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4 വേദങ്ങളിൽ അവസാനത്തെ വേദമായ അഥർവവേദത്തിൽ നിന്നാണ് ആയുർവേദം ഉത്ഭവിച്ചത്. പ്രകൃതിയോട് ഇഴകി ചേർന്ന ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ ആയുർവേദത്തില് ബോഡി മസാജസ്, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവയെ കുറിച്ചും അവലംബിക്കുന്നുണ്ട്. പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഉള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിന്റെ മാതാവ് എന്നാണ് നമ്മൾ ആയുർവേദത്തിനെ അറിയപ്പെടുന്നത്. ആയുർവേദ ചികിത്സാ രീതിയിലൂടെ ഒരു വ്യക്തിക്ക് രോഗമുക്തി മാത്രമല്ല ലഭിക്കുന്നത്, രോഗപ്രതിരോധം കൂടിയാണ്. ഇനി കോഴ്സ് ഡ്യൂറേഷൻ അറിയണ്ടേ? നോർമലി ഉള്ള MBBS പ്രോഗ്രാം പോലെ തന്നെ 5.5 വർഷത്തെ കോഴ്സ് ഡ്യൂറേഷനോട് കൂടി വരുന്ന ഒരു കോഴ്സാണ് BAMS. 4.5 വർഷത്തെ കോഴ്സും +1 ഇയർ ഇന്റേൺഷിപ്പും ആണ് വരുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ലല്ലോ. +2 PCB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. കമ്പൽസറി ആയിട്ട് 50% അപ്പോൾ മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയുണ്ട്. നീറ്റ് എൻട്രൻസ് ക്വാളിഫിക്കേഷൻ ചെയ്തിരിക്കണം. സിലബസിനൊപ്പം നോക്കിയാലോ? CCIM, അതായത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സിലബസുകളാണ് ഒട്ടുമിക്ക എല്ലാ കോളേജുകളിലും ഫോളോ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാന്നല്ലേ? നോർമലി നമ്മളൊരു ഇന്ത്യൻ MBBS, അതായത് അലോപ്പതിക്കകത്ത് പഠിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ, സബ്ജക്ട്സുകളുണ്ടോ, അതൊക്കെ നമ്മൾ ഇതിനകത്ത് കവറപ്പ് ചെയ്യുന്നുണ്ട്. അഡീഷണലി നമ്മൾ ആയുർവേദത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സബ്ജക്ട്സും നോർമലി ഒരു ഇന്ത്യൻ MBBS സ്റ്റുഡന്റ് അലോപ്പതിയിൽ പഠിക്കുന്ന സബ്ജക്ട്സുകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതായത് അനാട്ടമി, ഫിസിയോളജി, ടോക്സിക്കോളജി, ഫാർമക്കോളജി, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ENT, സ്കിൻ, എക്സ്റ്റേണൽ മെഡിസിൻ ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾ കൂടാതെ ഹിസ്റ്ററി ഓഫ് ദ ആയുർവേദിക് സിസ്റ്റം, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആയുർവേദ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്, അതായത് ആയുർവേദ ബേസ് ചെയ്തിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ആയുർവേദ BAMS കോഴ്സിൽ പഠിക്കുന്നത്. പദാർത്ഥ വിജ്ഞാനം, ശരീരരചന, ക്രിയാശരീരം, അഗതതന്ത്രം, ചരഹ സംഹിത, രസശാസ്ത്രം ഇങ്ങനെയുള്ള ഒരുപാട് സ്പെഷ്യലൈസേഷൻസും നമുക്ക് ഈ ഒരു ആയുർവേദ കോഴ്സുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. After completion of 5.5 years of BAMS course, you can also go to MD programs. Okay, നിങ്ങൾക്ക് MD പ്രോഗ്രാംസും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. MD വരുമ്പോഴത്തേക്ക് 3 വർഷത്തെ MD പ്രോഗ്രാമുകളാണ് നമുക്ക് ഈ ഒരു BAMS കോഴ്സിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്കോപ്പ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ഇന്ത്യക്ക് അകത്തും പുറത്തും എബ്രോഡും ഒക്കെ നല്ല രീതിക്ക് സ്കോപ്പ് ഉള്ള ഒരു കോഴ്സും കൂടാണ് ബാച്ചുലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് പറയുന്ന ഈ ഒരു ആയുർവേദ കോഴ്സ്. കാരണം നമുക്കറിയാം, പുറത്തുനിന്നുള്ള എബ്രോഡ് കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് എബ്രോഡ് പീപ്പിൾ ആണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിട്ട് ആയുർവേദ ചികിത്സാ രീതിയെ കുറിച്ച് അറിയുകയും അതൊക്കെ അവര് ചെയ്യാനായിട്ട് ബോഡി മസാജിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സാ രീതിയിൽ ആയുർവേദം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടാണ് ഈ ഒരു ആയുർവേദ കോഴ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ് എബ്രോഡൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ആയുർവേദ ഡോക്ടറായിട്ടും തെറാപ്പിസ്റ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മുടെ നാട്ടിലൊക്കെ ആയുർവേദ ഡോക്ടറായിട്ട് ഓൺ ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽസിലും, ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിക്കോട്ടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ BAMS കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ പ്രൊസീജിയർ ആയിക്കോട്ടെ, അതുപോലെ ഏതൊക്കെ കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് കോൺടാക്ട് ESA എഡ്യൂക്കേഷൻ.